തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5. കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണം MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് ഉരുളൻതണ്ണി സ്വദേശിയായ എൽദോസ് വർഗീസ് മരിക്കാനിടയായ സംഭവത്തിൽ ആന്റണി ജോൺ MLAയുടെയും ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. മിഷൻ സോളാർ ഫെൻസിംഗ് പദ്ധതി പ്രകാരം നിലവിലുള്ള ഫെൻസിംഗ് ശരിയാക്കുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിസംബർ 30-ന് ഫെൻസിംഗ് പൂർണ്ണമായി ചാർജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഉരുളൻതണ്ണിയിലുമാണ്. അപ്പോൾ അവിടെ നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിലും ഉരുളൻതണ്ണിയിലും നമ്മൾ 2 വാഹനങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് അല്പതാമസം, അതൊരു നടപടിക്രമം പൂർത്തീകരിക്കേണ്ട ഒരു കാലതാമസമേ ഉള്ളൂ. അപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ വനംവകുപ്പിന് ഉപയോഗിക്കാൻ കഴിയുന്ന 2 വാഹനങ്ങൾ, ഒന്ന് നേരുമംഗലത്തും ഒന്ന് ഉരുളൻതണ്ണിയിലും MLA ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തുടർച്ചയിലും ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കടക്കം ഒരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് MLA ഫണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പരമാവധി വിനിയോഗിക്കും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇവിടെ നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. ഈ കുട്ടമ്പുഴയിലേക്കുള്ള പ്രധാന യാത്രാമാർഗമാണ് പുന്നേക്കാട് തട്ടേക്കാട് റോഡ്. അപ്പോൾ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ നേരത്തെ വിജിലിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഡ്രഞ്ചിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. 6 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കും. ഹാങ്ങിംഗ് ഫെൻസിംഗ് ടെൻഡർ എടുക്കാൻ ആളില്ലാത്തത് പരിഹരിക്കാൻ ട്രെഞ്ചിംഗ് കരാർ എടുത്ത വ്യക്തിയെ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. വഴിയിൽ എല്ലായിടത്തും ലൈറ്റുകൾ ഇട്ടുവരികയാണ്. നിലവിലുള്ള എല്ലാ ലൈറ്റുകളും അറ്റകുറ്റപ്പണി നടത്തും. പുതിയവ സ്ഥാപിക്കുന്നതിന് കരാർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കാലതാമസം ഒഴിവാക്കാൻ ഷോർട്ട് ടെൻഡർ വിളിക്കാനുള്ള നടപടികൾക്കായി ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ അനുമതി നൽകും. നിലവിൽ 3 DFOമാരുടെ കീഴിലാണ് കുട്ടമ്പുഴ വരുന്നത്. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ എല്ലാ DFOമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 5 ലക്ഷം രൂപ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ബാക്കി 5 ലക്ഷം ലീഗൽ ഹയർഷിപ്പ് അനുമതിയായതിനു ശേഷം നൽകും. ജനുവരി 30-ന് മുമ്പ് നടപടികൾ പൂർത്തിയാക്കി തുക കൈമാറും. യോഗത്തിൽ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ സർക്കാരിന്റെ തീരുമാനം ആവശ്യമാണ്. ഇക്കാര്യങ്ങൾ ജില്ലാ കളക്ടറും MLAയും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി. സ്ഥിരമായി ഒരു ആനയാണ് ശല്യമുണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ അറിയിച്ചു. ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. കുട്ടമ്പുഴയിൽ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടികൾ പരിശോധിക്കുന്നതിന് തുടർ യോഗങ്ങൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഫോർ എക്സാമ്പിൾ, ഇവർക്ക് സൈഡിൽ കാട്, ബിക്കോസ് എലിഫന്റ് അപ്രോച്ച് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല ഉൾപ്പെടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞത്. 5 മീറ്റേഴ്സാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അവർക്കത് പോരാ. നാച്ചുറലി അവർ കൂടുതൽ ദൂരമാണ് കാട് വെട്ടാനുള്ള പെർമിഷൻസ് ചോദിക്കുന്നത്. ഇതുപോലെ കാര്യങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ ടേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അടിയന്തരമായിട്ട് അത് ടേക്കപ്പ് ചെയ്ത് സ്റ്റേറ്റ് ലെവൽ, ഹയർ ലെവൽ മീറ്റിംഗ്സിൽ അത് ഉന്നയിച്ച് നമുക്കതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ ഈ ഫാമിലി, നമ്മുടെ ശ്രീ എൽദോ അവരുടെ സിസ്റ്റർ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. 5 ലക്ഷം നമുക്കറിയാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബാക്കി ലീഗൽ ഹെയർഷിപ്പ് അതും ചെക്ക് റെഡിയാണ്. ഓൺലി തിങ് ഇസ് ലീഗൽ ഹെയർഷിപ്പിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനോട് സമയം കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അവരത് ഓക്കെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ സഹായമോ ഇല്ല ജോബ് റിലേറ്റഡ് കാര്യമോ നമുക്ക് സർക്കാർ ലെവലിൽ ടേക്കപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, കുട്ടമ്പുഴ പ്രസിഡന്റ് MLA പറഞ്ഞത് കുട്ടമ്പുഴ ഒരു സ്പെഷ്യൽ പഞ്ചായത്താണ്. ഇൻ ദ സെൻസ് ഇത്ര വനമേഖല ഉണ്ടെങ്കിലും ഒരു DFOയുടെ പരിധിയിൽ വരുന്നതാണ്. പല ഉദ്യോഗസ്ഥർ, ഇടുക്കി ജില്ലയിൽ DFO മൂന്നാറാണ് ഇരിക്കുന്നത്. 3 DFOs പരിധിയിൽ വരുന്ന സിംഗിൾ പഞ്ചായത്താണ്. അത്ര ഏരിയ ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.